സുഹൃത്തുക്കളെ, ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. സത്യം പറഞ്ഞതിനും വാർത്ത റിപ്പോർട്ട് ചെയ്തതിനും ജയിലിൽ കഴിയുന്ന പത്രപ്രവർത്തകർക്ക് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഫ്രീ സ്പീച്ച് ഓഫ് കളക്റ്റീവ് പുറത്തിറക്കിയ റിപ്പോർട്ട് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അത് ക്രമബദ്ധമായ സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പത്രപ്രവർത്തകരെ നിശബ്ദരാക്കാൻ എല്ലായ്പ്പോഴും വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നില്ല. നിയമങ്ങളും കേസുകളും അന്വേഷണ ഏജൻസികളും ജയിൽവാസവും ഉപയോഗിച്ചാണ് പലരെയും അടിച്ചമർത്തുന്നത്. ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യ സ്ഥാനം ഇന്ന് ലോകത്ത് വളരെ പിന്നിലാണ്. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പുറത്തിറക്കിയ 2026 റിപ്പോർട്ടിൽ ഇന്ത്യ 180 രാജ്യങ്ങളിൽ 187 സ്ഥാനത്താണ്. വളരെ ഗുരുതരമായ അവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വലിയ മാധ്യമ സ്ഥാപനങ്ങൾ അധികാരത്തോട് അടുക്കുന്നു. സർക്കാരിനെ വിമർശിക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ ഒറ്റപ്പെടുന്നു. സത്യം പുറത്തു കൊണ്ടുവരുന്നവർക്ക് ഭീഷണിയും കേസുകളും ആക്രമണങ്ങളും നേരിടേണ്ടി വരുന്നു. ആന്ധ്രാപ്രദേശിലെ മാധ്യമ പ്രവർത്തകനായ ജഗ്മോഹൻ റെഡ്ഡി കൊല്ലപ്പെട്ട സംഭവം നമ്മൾ കണ്ടു. കള്ളക്കടത്തിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിങ്ങിനാണ് അദ്ദേഹം ലക്ഷ്യമാക്കപ്പെട്ടത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുകേഷ് ചന്ദ്രകർ, രാജീവ് പ്രതാപ് എന്നിവരുടെ കൊലപാതകങ്ങളും നമ്മൾ മറക്കരുത്. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ ഭീഷണി നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല, ലോഫെയർ, അതായത് നിയമത്തെ ആയുധമാക്കുന്ന രീതിയാണ് കൂടുതൽ അപകടകരമാകുന്നത്. ദേശദ്രോഹം, ഭീകരവിരുദ്ധ നിയമം, മാനനഷ്ട കേസ്, അന്വേഷണം ഇവയെല്ലാം ഉപയോഗിച്ച് പത്രപ്രവർത്തകരെ വർഷങ്ങളോളം കോടതികളിലും ജയിലുകളിലും കൊടുക്കുന്നു. അവസാനം ശിക്ഷ കിട്ടണമെന്നില്ല, പക്ഷെ കേസ് തന്നെ ശിക്ഷയായി മാറുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് രൂപേഷ് കുമാർ സിംഗ്, ഇർഫാൻ മെഹ്റാജ് എന്നീ മാധ്യമപ്രവർത്തകർ. രൂപേഷ് കുമാർ സിംഗ് ആദിവാസി ജനതയുടെ പ്രശ്നങ്ങളും സർക്കാർ നടപടികളിലെ അതിക്രമങ്ങളും റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. 2022 മുതൽ അദ്ദേഹം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ജയിലിലാണ്. അദ്ദേഹത്തെ ഒരു ജയിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റി ഒറ്റപ്പെട്ട സെല്ലുകളിൽ അടച്ചു. കുടുംബത്തിന് അദ്ദേഹത്തെ കാണാനോ സംസാരിക്കാനോ പോലും ബുദ്ധിമുട്ടായി. മോശം ഭക്ഷണം, ചികിത്സയുടെ അഭാവം, ഒറ്റപ്പെടൽ ഇതെല്ലാം ചേർന്നാണ് ഒരു മനുഷ്യനെ തകർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ശിക്ഷ അനുഭവിക്കുന്നത് ഒരാൾ മാത്രമല്ല, കുടുംബവും അതിനൊപ്പം ശിക്ഷിക്കപ്പെടുന്നു. അതുപോലെ കാശ്മീരിലെ മാധ്യമപ്രവർത്തകനായ ഇർഫാൻ മെഹ്റാജ് മനുഷ്യാവകാശ ലംഘനങ്ങളും കാശ്മീരിലെ യാഥാർത്ഥ്യങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. 2023 ചോദ്യം ചെയ്യലിനെ വിളിച്ച ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 3 വർഷത്തിലേറെയായി വിചാരണ പോലും ശരിയായി ആരംഭിച്ചിട്ടില്ല. ഇതാണ് ഇന്ന് പല കേസുകളുടെയും യാഥാർത്ഥ്യം. കുറ്റം തെളിയിച്ചിട്ടില്ല, പക്ഷേ ജയിൽവാസം തുടരും. പ്രത്യേകിച്ച് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം മാധ്യമപ്രവർത്തകർ സ്ഥിരമായ നിരീക്ഷണത്തിലും ഭീഷണിയിലുമാണ് ജീവിക്കുന്നത്. റിപ്പോർട്ടിംഗ്, പ്രതിഷേധം, കുറ്റകൃത്യം ഇവ തമ്മിലുള്ള അതിരുകൾ മങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നു. ജനാധിപത്യത്തിൽ സത്യം പറയുന്നത് കുറ്റമായി മാറുന്നുവോ? ഒരു പത്രപ്രവർത്തകൻ്റെ ജോലി ചോദ്യം ചെയ്യലാണ്, അധികാരത്തെ വിമർശിക്കലാണ്, ജനങ്ങളുടെ വേദന ലോകത്തോട് പറയലാണ്. പക്ഷേ ഇന്ന് അത് തന്നെ ഭീഷണിയായി ചിത്രീകരിക്കപ്പെടുന്നു. ഫ്രീ സ്പീച്ച് കളക്റ്റീവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇന്ന് ജയിലിൽ കഴിയുന്ന പത്രപ്രവർത്തകരെ മറക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഒരു പ്രതിരോധം. കാരണം അധികാരം ആദ്യം ചെയ്യുന്നത് വിമർശന സ്വരങ്ങളെ ഒറ്റപ്പെടുത്തലാണ്. പിന്നീട് സമൂഹം അവരെ മറക്കുന്നു. അതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ. അതുകൊണ്ടാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് മാധ്യമ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള അവകാശമാണ്. സത്യം പറയുന്നവരെ സംരക്ഷിക്കുക എന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കലാണ്.